വീഡിയോ ഉണ്ട് നിങ്ങൾ. ഇതിപ്പോ ഒരു പാറയുടെ മേളിൽ ഏറ്റവും ഹയസ്റ്റ് ആണ്. അവിടെ തമിഴ്നാടാണ്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലം കാണുന്ന കാഴ്ചയുള്ള സ്ഥലം ഉണ്ടല്ലോ, ഇത് രാമക്കൽമേടല്ല. രാമക്കൽമേട് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. താഴെ കൂടി പോകുന്ന റോഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ PWD ആണ്, അതായത് ഇടുക്കിയിലാണ്. ഇടുക്കിയിലേക്ക് വന്നാൽ, അതായത് കേരളത്തിലേക്ക് വന്നാൽ മാത്രമേ തമിഴ്നാട്ടുകാർക്ക് ഈ വ്യൂ പോയിന്റിലേക്ക് കയറാൻ കഴിയുള്ളൂ. ആ വ്യൂ പോയിന്റിലേക്ക് കയറുന്നതിന് മുമ്പ് വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഉത്തമപാളയം റേഞ്ച് കൊമ്പൈ റിസർവ് ഫോറസ്റ്റ് ആണ്, തേനി ഡിവിഷൻ. അതായത് ഞാൻ ഇവിടെ വരാനുള്ള സാഹചര്യവും പിന്നെ ചുറ്റുപാടുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസിനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. തൊട്ട് താഴെയുള്ള റോഡിനപ്പുറം രാമക്കൽമേടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ രാമക്കൽമേട് വ്യൂ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞങ്ങൾ നിൽക്കുന്ന ഇടം ഒരിക്കലും രാമക്കൽമേടല്ല, ഇത് തമിഴ്നാടിൻ്റെ ഭൂമിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ വാച്ച് ചെയ്യുക. വളരെ ചുരുക്കം വീഡിയോസിൽ, അതായത് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ട് എല്ലാവരും രാമക്കൽമേട് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്, വളരെ ചുരുക്കം വീഡിയോസിൽ മാത്രമേ ഈ സ്ഥലം തമിഴ്നാടിൻ്റെ എന്ന് വ്യക്തമായിട്ട് പറയുന്നുള്ളൂ. അത് തമിഴ് വീഡിയോസിലാണ് കൂടുതലും പറയുന്നത്. പക്ഷേ അതൊന്നും കാണണ്ട, നമ്മൾ ആ കയറുമ്പോൾ തന്നെ ആ ബോർഡ് വായിച്ചാൽ മതി, അതിൽ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. പാറയുടെ ഏറ്റവും മേളിൽ ഇവിടെ കയറാൻ ചാൻസ് കുറവാണ്, കാരണം ഇത്തിരി കഷ്ടപ്പെടണം ഇവിടെ മേളിൽ കയറണമെങ്കിൽ. ഏറ്റവും ഹയസ്റ്റ് ആണ്. കൂടെ ഉള്ളത് ജസ്റ്റിൻ, അരുൺ, ഇനി ഒരാൾ കൂടി ഉണ്ട് എവർ. ഇന്നലെ രാത്രി വന്നതാണ്. വരാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ വൈപ്പിൻ ബീച്ച് ക്ലബിന്റെ പ്രസിഡന്റ് ഉണ്ട് ആന്റണി മെഡോണ ദമ്പതികളുടെ മകനുണ്ട് എവർ. അവന്റെ ആർമി ടെസ്റ്റ് ആയിരുന്നു. അപ്പൊ അവന് ടെസ്റ്റിന് വിട്ട് അതിനുശേഷം ഞങ്ങളോട് കറങ്ങിറങ്ങിയതാണ്. അപ്പൊ ഇത് വരുന്നത് തൂക്കുപാലം ഉണ്ട്, ഇടുക്കി തൂക്കുപാലത്തിലുണ്ട്. തൂക്കുപാലം എവിടെയെന്ന് അറിയാമോ? ഈ കാണുന്ന തൂക്കുപാലം. പക്ഷെ ഇതല്ല, പണ്ടായിരുന്ന തൂക്കുപാലം. ഇപ്പോഴും അതിന്റെ പേര് തൂക്കുപാലം എന്നാണ്. ഇടുക്കിയിലാണ് തൂക്കുപാലം ഉള്ളത്. ഈ തൂക്കുപാലത്തിന് അവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാറിയിട്ടാണ് ആ വ്യൂ പോയിന്റ് ഉള്ളത്. അതായത് തമിഴ്നാടിന്റെ അണ്ടറിലുള്ള ആ വ്യൂ പോയിന്റ് ഉള്ളത്. നടന്നു കയറണം, കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല വ്യൂ പോയിന്റ് ആണ്. രാവിലത്തെ ഒരു കാലാവസ്ഥ എനിക്ക് കാണുന്നത് ട്രക്കിങ്ങിന് പറ്റിയൊരു ഇടമാണ്. മുകളിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് വിമാനത്തിൽ പോകുമ്പോൾ വിൻഡോസിലൂടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, അതിമനോഹരമായ കാഴ്ചയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും അധികം കാറ്റ് വീശുന്ന ഇടം 32.5 കിലോമീറ്റർ സ്പീഡിലും 100 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് കാറ്റ് വീശുന്നത്. അപ്പോൾ മറ്റു വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിക്കേണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങളോട് തൊപ്പി തെറിച്ച് പോയില്ലെന്ന്. അപ്പോൾ ആ സമയത്ത് കാറ്റ് കുറവായിരുന്നു. തൊട്ടടുത്ത സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ആമപ്പാറ വ്യൂ പോയിന്റ്, കുറത്തി സ്റ്റാച്ചു, അതുകൂടാതെ തന്നെ വിൻഡ് എനർജി ഫാമിൻ്റെ ഒരു കാഴ്ച. അങ്ങനെ ഒരുപാട് ഇടങ്ങളുണ്ട്. 1300 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. രാമക്കൽമേട് എന്ന് പറഞ്ഞാൽ രാമൻ്റെ കാൽപാദം പതിഞ്ഞിടാം, അല്ലെങ്കിൽ രാമന്റെ ശിലാനാട് എന്നറിയപ്പെടുന്നത്. 2 പാറയുടെ ഇടയിൽ കൂടി വേണം വലിഞ്ഞു കയറാൻ. ശരീരം ചെറിയതായിട്ടുള്ളവർക്ക് മാത്രമേ അതിൻ്റെ വലിഞ്ഞു കയറാൻ കഴിയുള്ളൂ. ഇത്തിരി റിസ്ക്കാണ്, സൂക്ഷിച്ച് വേണം കയറാൻ. അപ്പോൾ മറ്റു വീഡിയോയുമായി വീണ്ടും വരും. അതുവരെ നമസ്കാരം.